നൈറ്റ് ഗുവാഹട്ടിയിൽ സ്റ്റേ ചെയ്ത് നേരെ ഷിലോങ്ങിലേക്ക് പിറ്റേന്ന് രാവിലെ തന്നെ പുറപ്പെട്ടു. അവിടെ നിന്ന് ഒരു വണ്ടി റെന്റിന് എടുത്ത് എന്റെ ഫ്രണ്ട് നിളയെ വിളിച്ചു. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് മിക്ക സ്റ്റേറ്റ്സിലും എനിക്കിപ്പോ ഫ്രണ്ട്സ് ഉണ്ട്. നിള ഷിലോങ്ങിലെ ഒരു കോളേജിലെ ലെക്ചറാണ്. സോ ലഞ്ചിനായിട്ട് നിള അവിടുത്തെ ഒരു ചെറിയൊരു കടയിലാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയത്. നമ്മൾ ഇവിടുത്തെ തട്ടുകടയൊക്കെ പോലെ ഒറിജിനൽ ഖാസി ഫുഡ്. കേരളത്തിലെ പെറ്റി കൂടാണ്ട് മേഘാലയ പോലീസിന്റെ പെറ്റിയും കൂടെ കിട്ടിയിട്ടുണ്ട്. നിള നല്ലൊരു ട്രാവലർ ആയതുകൊണ്ട് തന്നെ ഒരു ഡേ പോലും മിസ് ചെയ്യേണ്ട, സൺസെറ്റ് മിസ് ആക്കേണ്ട ഒരു അടിപൊളി സൺസെറ്റ് പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി. കൂടെ നിളയുടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. പോകുന്ന വഴിയൊക്കെ വളരെ മനോഹരമായിരുന്നു. പെറ്റി കിട്ടുക മാത്രമല്ല, അവിടെ കുറെ നേരം പിടിച്ചു വെച്ചതുകൊണ്ട് സൺസെറ്റ് ശരിക്കും നമുക്ക് മിസ്സായി. പക്ഷെ ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, സൺസെറ്റ് ഇല്ലെങ്കിൽ കൂടി കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു. -10 ഡിഗ്രി ആയിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നേരെ നിളയുടെ വീട്ടിലോട്ടാണ് ഇനി പോകുന്നത്. കാരണം അന്നത്തെ ഡിന്നർ നിളയുടെ വകയാണെന്ന് നിള ആദ്യമേ പ്രോമിസ് ചെയ്തായിരുന്നു. അങ്ങനെ നിളയുടെ ഫാമിലിനെയൊക്കെ മീറ്റ് ചെയ്ത് വളരെ ലവിങ് ആയിട്ടുള്ള ഫാമിലിയും അടിപൊളി ഫുഡും. പോർക്കാണ് ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് ഇനി 2 ദിവസത്തേക്കുള്ള ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്ത് നിളയുടെ സിസ്റ്ററും കൂടാന്ന് പറഞ്ഞു